You are jail in 19 months. My. ഉച്ചിരി നീ എന്നെ തല്ലുന്നിട്ട് നോക്കിയോണ്ടിരുന്നല്ലടാ. ഈ വേറെ വീട്ടിൽ നല്ലടാ ചോറ് കഴിക്കുന്നേ നായിന്റെ മോനെ. ഈ ആരൊക്കെയാണ് ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരെ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ചു മാറ്റിയേ? മണിനാഥം മണിനാഥം എന്താ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കാണുന്നില്ലെന്നുള്ളതാണ്. അല്ല യു ആർ ജയിൽ ഇൻ 19 months. തുറക്കടോ. ജയിൽ ജോബ്സ് ചെക്ക് സെന്റൻസ്. സ്വപ്നം കാണാറുണ്ടോ? കാർപ്പൻട്രി ലോണ്ടറി കാർപ്പൻട്രിയാ കാർപ്പൻട്രി. എന്തൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും? നല്ല പരിപാടിയാണല്ലോ. ഞാൻ ഏത് ബ്ലോക്കിൽ നിന്നാ വന്ന ഓർത്ത് വെക്കണേ. ഈ ബ്ലോക്ക് നോ ക്ലൈം. അത് കൈ സാരെല്ലാം ഗ്യാഗോസെല്ലാം കാണാൻ വരുന്നതായിരിക്കും. Chill, guys, chill. എവിടെ അതെന്താ? കാർപ്പൻട്രി വർക്ക്സ്. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? ഒന്നും കാണിക്കുന്നില്ലല്ലോ. വുഡ് 1 second. തപ്പട്ടെ. മുഴുത്തൊരു കട്ട കിട്ടി. ഓ, ഇനി കട്ട കൊണ്ട് നമ്മൾ നേരെ കൊണ്ട് ഇങ്ങനെ കൊണ്ടട്ടെ. കൊള്ളാം. പ്രോസസ് വുഡ്. ഓക്കെ. ഇതെന്തിനാണ് വെച്ച് തരുന്നേടാ? ഈ ഭയങ്കര ശോകമായിട്ടുള്ള ഒരു ഇതാ സിസ്റ്റം. ഇത് വെക്കുന്ന ഒരു റൗണ്ട് പോയിട്ട് വരട്ടെ. ഒരു റൗണ്ട് പോയിട്ട് വരട്ടെന്ന്. എവിടെ പോയിട്ട് വരട്ടെന്ന് ഒരു റൗണ്ട്? അത് കിട്ടിയ മൈ. നല്ല പാട്. നിങ്ങൾ വിചാരിക്കണ കുണ്ണ പോലെ അല്ലേ ഇത്? മനസ്സിലായ? മയില് ഭയങ്കര പാടായത്. ടൈമിംഗ് ആണ് മാറ്റർ. അതിൽ എഴുതി വെച്ചേക്കുന്ന കണ്ണു തുറന്ന് വായിര്. അതിൽ എഴുതി വെച്ച കണ്ണു തുറന്ന് വായിര്.
ടൈം ഈസ് എവരിത്തിങ്. മനസ്സിലായില്ലേ? ഒന്നും അറിഞ്ഞൂടാതെ ഇരുന്ന് ഓരോ തൊലിക്കണിരുന്ന്. അത് എന്ത് ലാസ്റ്റ് മൂന്നാമത്തെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കാം മൂന്നാമത്തെ. ഒന്നാമത്തെ രണ്ടാമത്തെ കുഴപ്പമില്ല, മൂന്നാമത്തെ പറഞ്ഞ എന്റെ ഫാസ്റ്റ് നോക്കിക്കോണേ. ഇപ്പൊ ഡബിൾ ഇത് ഞെക്കാം, അതിന്റെ ഫാസ്റ്റ് കണ്ടാ? ഇപ്പൊ കിട്ടിയാനത് അവിടെ 4 ഉണ്ട്. അതാണ് പ്രശ്നം. 3 മതിയായിരുന്നു. പിന്നെ ഫൈനലി shortened by 2 months. ഇത് കുറയോടാ. എടാ അപ്പൊ ഇത് കുറയോടാ. എടാ മന്ത് കുറയോടാ. ചുമ്മലത്ര ടഫാക്കിയത്. വന്നേ പ്രോയായി. പിന്നെ അല്ല നമ്മളെന്താ വിചാരിച്ച നിങ്ങള്? നമുക്കൊന്ന് കാര്യം അതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്തോട്ട് കേറേണ്ട താമസമേ ഉള്ളൂ. മനസ്സിലായ? നമ്മൾ ചുമ്മാ ചെയ്യും. മനസ്സിലായ? ഒന്ന് കേറിയാ തലയിലോട്ട്. മനസ്സിലായ? ബാക്കിയൊക്കെ നമ്മ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയില്ല അത്. ജയിൽ ലോക്കർ 2 ഇല്ല. ഡ്രസ് മാറാത്ത എന്റെ മാസത്തിലൂടെ വേളയ്ക്ക് ശേഷം ചന്ദ്രൻ വന്നു. ചില കളികൾ കാണാനും ചിലത് കാണിക്കാനും. മുച്ചിരി നീ എന്നെ തല്ലുന്നിട്ട് നോക്കിയോണ്ടിരുന്നല്ലടാ. നാണയില്ലാത്തവനെ. നീ ടീവിയുടെ വീട്ടിൽ തന്നെടാ ചോറ് കഴിക്കുന്നേ. നായിന്റെ മോനെ ആണാ? ടീവിയുടെ വീട്ടിൽ തന്നെടാ നീ ചോറ് കഴിക്കുന്നേ അല്ലേ? ആ പറിച്ച് നീ റോബർ എടുത്ത് പോയി. മുച്ചിരി നീ റോബർ എടുത്ത് പോയി. എനിക്ക് കലിപ്പായിട്ടിരിക്കുക. മെയിൻ ബാങ്കിന് ഞാനുണ്ടോ മെയിൻ ബാങ്ക്? ഒരു വണ്ടിയും ഇല്ല. ഇതെങ്കിലും ഒന്ന് വാടകയൊന്നും കഷ്ടമായത്. എടാ ഇവിടെ പീടിക്ക് ഭയങ്കര വർത്താനമായിരുന്നു. പുച്ചിരി നീ കണ്ടില്ലേ നീ അത്? എടാ ഹലോ ഒഴിവാക്കിയല്ലേ നൈസായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് നാളെ അടിക്കാനാ. പോണം ഏബിൾ തലസമേണാ? ഏബിൾ തലസാണാ? സ്റ്റീവ് തലസമേണാ? ആ സ്റ്റീവ് തലസമയല്ലേ? ഇറങ്ങിക്കോ. ഇല്ല തലസുള്ള തലസ് കളിച്ചായി. തലസമല്ല ഞാൻ കളിച്ചായി. ഞാൻ പറയട്ടെ ചുമ്മാ സിവേ. എന്തൊരു വർത്തനാടാ അത്?
ഇങ്ങനെയൊക്കെയാണ് നീ സംസാരിക്കണ എന്റെ അടുത്ത്? ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇന്നുകൂടെ കഴിഞ്ഞാൽ എനിക്ക് 10 ദിവസം ബാനാണ്. ഞാൻ അടിക്കും. എടാ 10 ദിവസം പാലല്ലേ, അപ്പൊ നീ ഇന്ന് കളിച്ചിട്ട് എന്ത് കിട്ടാനാ? അവസാനത്തടി ഡെസ്ട്രോ ഡെസ്ട്രോ കേക്കുതാ? കേക്കുവാടാ ഡെസ്ട്രോ? ജുഗ്രോ എല്ലാം കുന്നകളാ കേട്ടോ. അല്ലല്ലേ നീ തല്ല. അപ്പൊ സ്റ്റീവ് ഇറങ്ങിക്കോ. എടാ സ്റ്റീവിന്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞേ, സ്റ്റീവിന്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞേ. സ്റ്റീവേ എടാ സ്റ്റീവിന്റെ റേഡ് കയറാൻ പറഞ്ഞേ. ഉച്ചി ഇറങ്ങിയാട്ടാ. ഇവിടെ ഒന്നും ഒരു വണ്ടിയില്ലേ ലിഫ്റ്റ് ചോദിക്കാൻ? സാറേ 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 ഒരു ലിഫ്റ്റ് ചെയ്തോ സാറേ. ഏതെങ്കിലും ഗ്യാരേജിലോട്ട്. സാറിന് ദൈവം അനുഗ്രഹിക്കും. ഓക്കെ 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 ഓക്കെ. കത്തിപ്പു ചന്ദ്രൻ സൗണ്ട് നേരെ കോച്ചിന്റെ അടുത്ത് ഇറങ്ങി പോറാ. ചന്ദ്രു എനിക്ക് 10 ദിവസം ബാനാണ്. ഇന്നതിന്റെ അവസാനത്തെ ഇറങ്ങൂല. ഹലോ ഞാനാ കാശെടുക്കാൻ വന്ന സാറേ. കാശെടുക്കാൻ വന്ന സാറേ നോക്കാം. ഇതില്ല സാർ സെർച്ച് വാങ്ങിക്കാം. സാറ് കുനിഞ്ഞി വേറെ ചെല്ലേ. ഓ ഓക്കെ. എന്താ സാറേ? 150 രൂപ സാറേ സാർ എന്റെ അടുത്താണോ പറഞ്ഞേ? സാർ എന്നോടാണോ പറഞ്ഞ? ഇപ്പൊ എന്തോ പറഞ്ഞായിരുന്നു കേട്ടില്ല. ഏതാ സാറേ? ഈ സാറിന്റെ പേരെന്താ? ഈ സാറിന്റെ പേരെന്താ? വണ്ടി പോയിരുന്നേ സാറല്ലേ? സാർ എന്താ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞേ? അല്ല സാറേ, സാർ ചന്ദ്രൻ സാറെ സാർ എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ ചോദിക്കണേ. ഇത് എന്തിനാണ് വേറെ ശരി സാറേ. സാറേ വണ്ടി അൺലോക്ക് ആട്ടോ. അൺലോക്ക് അതെ അൺലോക്ക്. ലോക്ക് കേട്ടോ. ഇല്ല സാർ നമുക്ക് സാറേ നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു. മനസ്സിലായി സാറേ? ചിലവര് അങ്ങനെയൊന്നും കാണിക്കത്തില്ല. ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും എല്ലാരും കാണിച്ചെന്ന് വരത്തില്ല. ഓക്കെ സാറേ വരും. അടുത്തുറമ്പലം വേണം, അലിഞ്ഞു ചേർന്നൊരു ഗുണവും വേണം, തുള്ളിപ്പല കുളം വേണം, പുള്ളിച്ചലും തമറ വേണം. അയ്യോ അതെന്താ അങ്ങോട്ടോ? പുള്ളിച്ചലുവാൻ ചന്ദനം വേണം, ആലയാൽ തറ വേണം, അടുത്തുറമ്പലം വേണം. അപ്പൊ ഒന്ന് കുണച്ചതാ. പിന്നെ നമ്മുടെ പിള്ളേരടിക്കുക എല്ലാരും കുറെ നേരത്തെ കയറിക്കണ ഈസമ്മരിനെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി നമ്മൾ കളിക്കട്ടെ. ബ്രോ ഇതേത് വണ്ടിയാ ബ്രോ? സാഗുരാണോ? സാഗുര് എനിക്കൊരു വണ്ടി തരാന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയായിരുന്നു കേട്ടാ. കിടിലം വണ്ടി.
എന്ന് പോ സാബുഗുരു, നിങ്ങളൊക്കെ വെറുതെ തള്ളാണ്, മനസ്സിലായില്ലേ? സത്യം പറയാലോ സാബുഗുരു. ഇല്ല നിങ്ങളായാലും ഷെയ്ക്ക് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഷെയ്ക്ക് ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതാണ് വണ്ടി തരാം. എന്നിട്ട് നിങ്ങള് ഓ ഇപ്പൊ ഇതൊക്കെ ന്യായമാണ് സാബു, ഇതൊക്കെ വെറും ന്യായമാണ്. നിങ്ങൾ വാസോണിന് കൊടുത്തു, വാസോണിന് കൊടുത്തല്ലോ. ഇല്ല 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 സാബുഗുരു, നിങ്ങൾ ഒരു ആവശ്യം പറഞ്ഞാലും ഞാൻ ചെയ്തല്ലേ സാബുഗുരു. എനിക്ക് ലിമോ 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 തരും, ഉറപ്പാണ്. നാളെ തരുമോ? ഓക്കെ എന്നാ ഓക്കെ, ലവ് യു, ബൈ. നീകിന് കൊടുക്കാല്ലേ പറഞ്ഞല്ല? ശരിയാണല്ലോ, ഞാൻ നീകിന് കൊടുക്കാൻ പറഞ്ഞായിരുന്നല്ലേ അത്? അയ്യോ ഞാനത് മറന്നുപോയി. സാബുര് ശരിക്കും നിങ്ങളെനിക്ക് വണ്ടി തന്നതാ, ഞാനാ അത് നീകിന് കൊടുക്കാൻ പറഞ്ഞ, ഞാൻ മറന്നുപോയി. പറയണ്ടേ സാബുഗുരു, ഞാനത് വിട്ടുപോയി. ആണാ ലിവ കൊടുക്കണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടാ വേണ്ടി പോവാ, അടിപൊളിയാ. ഹലോ എന്താ ആ പറയല്ല, ദാ പറഞ്ഞ എന്തെറ്റി? അടിയാണ്. തോക്കെടുക്കണോ ഗണ്ണെടുക്കണോ? ചന്ദ്ര ഒന്ന് സംസാരിച്ചു. ആരാ പ്രശ്നം? ആർക്കാ പ്രശ്നം? ആരാ വലിക്കണ? അതല്ലേ ആരാ പ്രശ്നം? ചന്ദ്ര, നമ്മള് ഈ തൊട്ടപ്പുറത്താണ് നമ്മളെ വീട്. ഓപ്പോസിറ്റ് ഉള്ള വീട്. ഓക്കെ. അപ്പൊ നമ്മളവിടെ കുറച്ച് പേര് ഒന്നിച്ചിട്ട് ഇങ്ങനെ താമസിക്കുന്നതാണ്. അപ്പൊ ഇന്നലെ നമ്മളെ ഒരു ഈ സിറ്റിയിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു OG പ്ലെയർ ഇന്നലെ മുതൽ സിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങളുടെയോ? അപ്പൊ അല്ലല്ല, നമ്മളല്ല, ഇവിടെ പണ്ടുണ്ടായിരുന്നു. ചന്ദ്രനെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ അപ്പക്കുട്ടൻ എന്നാണ് പേര് ആളുടെ. അപ്പോ ആള് ഇവിടെ സിറ്റിയിൽ തനിച്ചായിരുന്നു ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മളെ കൂടെയുള്ള ഒരാൾ മീറ്റ് ചെയ്തു, സംസാരിച്ച്. അപ്പോ ആൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നൊരു പരിപാടി, അതായത് ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു പരിപാടി സെറ്റ് ചെയ്യണം, സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ക്ഷണിക്കണം, അവരെ കൂട്ടിയിട്ട് ഒരു നിഷ പാർട്ടി നടത്തണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു നമ്മളോട്. അപ്പൊ അങ്ങനെ നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ എന്റെ കൂടെയുള്ള പിള്ളേരൊക്കെ വിളിച്ച് അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ ഞാൻ വാങ്ങിച്ച്, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു രാത്രിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ആ പരിപാടി നടക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് ബർഗർ ഷോട്ടിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ അവിടുന്ന് ബർഗർ ഷോട്ടിൽ നമുക്ക് ഫുഡ് കൊണ്ടു തന്നു. അപ്പൊ നമ്മൾ അതൊക്കെ എടുത്ത് നമ്മളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു 4 പേര് വണ്ടിയിൽ വന്നു. നമ്മളെ വീടിന്റെ അകത്തോട്ടേക്ക് വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ അവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ബ്രോ, നമ്മളിവിടെ സിറ്റിസൺ ആണ്, ഇത് റിക്രൂട്ട്മെന്റ് ഒന്നുമില്ല, ഇവിടെ വേറൊരു ഫംഗ്ഷൻ നടക്കുന്നതാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ. അപ്പൊ പറഞ്ഞു, ആരോ ഇങ്ങനെ പറഞ്ഞു ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ബ്രോ അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്തായിരിക്കും, ഇവിടെ എന്തായാലും അങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്, ഇത് നമ്മളെ ഫാമിലി ആയിട്ട് കുറച്ച് വേറെ പരിപാടി പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഓക്കെ ബ്രോ, നമുക്ക് മിസ്റ്റേക്ക് പറ്റാന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് അതിൽ നിന്ന് 2 പേര് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ വണ്ടിയിൽ സാധനം കയറ്റിക്കൊണ്ട് നിൽക്കുന്നു, ഒരു 50 ബർഗർ എടുത്തങ്ങ് പോയി. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാവരും കൂടിയിട്ട് വണ്ടി അവരെ ചേസ് ചെയ്ത് പിറ്റ് ചെയ്യുന്ന സമയത്ത് അതില് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്കൊരാളെ മനസ്സിലായി, അതിലുള്ള ഒരാളെ എനിക്ക് മനസ്സിലായി ആരാണ് എന്നുള്ളത്. അതായത് സൗണ്ട് വെച്ചിട്ട് നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എത്രത്തോളം ഇത് ലീഗലി ഇതാണെന്ന് എനിക്ക് അറിയില്ല, ബട്ട് എനിക്ക് അതിലുള്ള ഒരാളെ മനസ്സിലായി. പിന്നെ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അതിൽ കുറച്ച് മുന്നേ മുതുക്കുന്ന എന്റെ കൂടെ സംസാരിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ.
അപ്പൊ ഈ പിറ്റിങ്ങിനിടയിൽ എനിക്ക് ഇത് ആൾക്കാരെ സൗണ്ട് മനസ്സിലായപ്പോൾ അപ്പൊ തന്നെ ഞാൻ റേഡിയോയിൽ എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞു, അവിടെ പിറ്റിങ് മാത്രം ചെയ്താൽ മതി, ആരും വിസ്റ്റൊന്നും എടുത്തിട്ട് അടിക്കരുത്, പിറ്റിങ് ചെയ്തിട്ട് നമുക്ക് അവരെ നിർത്തി നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവർ വണ്ടി നിർത്തുന്നില്ല. അതിനിടയിൽ നമ്മൾ പറയുന്നുണ്ട് വണ്ടി നിർത്തി സംസാരിക്കേണ്ട രീതി നമ്മൾ ഇതാക്കുന്നുണ്ട്, പക്ഷേ ഇവർ വണ്ടി നിർത്തുന്നില്ല. അപ്പൊ അതിനിടയിൽ നമ്മളെ പരിപാടി അവിടെ കൊളായി. കാരണം നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ നമ്മളെ എസ്കോർപ്പിൽ വിളിച്ചിട്ട് ഇത് സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്നെ അതിനിടയിൽ എന്നോട് റേഡിയോയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് എക്സ്ട്രാറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ കൂട്ടത്തിൽ ആണെന്ന് തോന്നിയാ കില്ലുവും നീലനും എനിക്ക് മനസ്സിലായി. കില്ലുവിനോട് കില്ലു രണ്ടാമത് വേറൊരു വണ്ടിയിൽ വന്ന സമയത്ത് ഞാൻ കില്ലുവിന്റെ സൈഡിൽ വണ്ടി നിർത്തി ഞാൻ പറയുന്നുണ്ട്, കില്ല നിർത്ത്, കില്ല ഇങ്ങനൊന്നും ചെയ്യല്ലേ, ഭയങ്കര ബാഡ് അടിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കില്ല എന്നോട് സംസാരിക്കാതെ റേഡിയോയിൽ കോളിങ്ങിനെ സംസാരിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയത്. അപ്പൊ അതിനിടയിൽ നമുക്ക് ബാഡ് അടിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിറ്റിംഗ് എല്ലാം ചെയ്യുന്നതിനിടയിൽ അവര് വണ്ടി നിർത്തിയിട്ട് എയർ എടുത്തിട്ട് നമ്മളെ പിള്ളേരെ കുറച്ച് പേരെ ഡൗൺ ആക്കി. നമ്മൾ ആരും ഗണ്ണെടുത്തിട്ടില്ല, പിസ്റ്റൽ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ പിറ്റിംഗ് മാത്രം ചെയ്തു. കാരണം നമുക്ക് മനസ്സിലായില്ല. ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചോക്കട്ടെ, 5 മിനിറ്റ് ഗൈസ്. അവന്മാര് പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് അവന്മാർക്ക് സൗണ്ട് മനസ്സിലായെന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞേ. ടിവിയിലുള്ള ഒരാൾ അവര് അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് അവര് മിണ്ടാണ്ട് ഇവിടെ ആർപ്പി കളിക്കുന്നവരാ. ഇന്നലെ നമുക്കൊരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല, മനസ്സിലായ? കോച്ച് സിറ്റുവേഷൻ അല്ല. ഹലോ കോച്ചെ, ഞാൻ പറയണ കേക്കാവോ? നിങ്ങളിപ്പോ സിറ്റുവേഷനിലാണ്, ഇപ്പൊ ഫയറിംഗ് ആണോ? ഈ ആരൊക്കെയാണ് ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരെ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ചു മാറ്റിയേ? എടാ അടിച്ചു മാറ്റി എന്തിനടാ വണ്ടി? ഒരു സിറ്റുവേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. എന്തിനാ അവരെ കണ്ട ഫുഡിന്റെ സാധനങ്ങളൊക്കെ എടുക്കണേ? ഈ വെടിച്ചെന്നത് ഫണ്ണായിട്ടാണ്. പിന്നെ അവരെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അവരൊരു RP കണ്ടിക്കുമ്പോഴത്തേക്ക് അവരുടെ സാധനം എടുത്തോണ്ട് കഴിഞ്ഞാൽ പിന്നെ അവര് പിറ്റ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഇന്നവരെ ഒരു ശല്യം ഉണ്ടാക്കാൻ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് അവർ താമസിക്കുന്നതല്ലേ, നമുക്ക് ഇന്നവരെ ഒരു ശല്യം ഉണ്ടാക്കിയിട്ടുണ്ടാ? അവരവരെ കാര്യം നോക്കിയല്ലേ ചെയ്യുന്നത്. നമ്മൾ എത്ര വർഷം അവരെ വണ്ടി നമ്മൾ അവരിട്ട് ഇതാക്കിയിട്ടുണ്ട്, നമ്മളെ വണ്ടിയിട്ട് ആൾക്കാർ ഇടിച്ചു വന്നിട്ടുണ്ട്, അവരെ കൂടെ നിൽക്കുന്നവരെ അവിടെ തന്നെ. ഹലോ ചോദിക്കുന്ന എന്നാ അവർക്ക് നിങ്ങളുടെ ഒന്നാത്താരും നമ്മളെല്ലാരും അവർക്ക് അറിയാം. പിന്നെ അവരിപ്പോ സൗണ്ട് വെച്ചിട്ടാണ് നമ്മളെ മനസ്സിലാക്കിയത്. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണോ അല്ലേന്ന് മാത്രം നോക്കിയാൽ മതി. ഈ എങ്ങനെ അറിഞ്ഞു, എവിടെ നിന്ന് അറിഞ്ഞു, അങ്ങനെ നോക്കണ്ട. നമുക്ക് അവർക്ക് നമ്മുടെ അടുത്തൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ഡീൽ ചെയ്ത്. ഇപ്പൊ അല്ല ഞാൻ ഡൗട്ട് കേട്ടോ, അവന്മാരെന്തോ ചാറ്റ് എന്തോ പറഞ്ഞില്ല, റിപ്പോർട്ട് ഗ്യാങ് ആണ് ഇങ്ങനെ കാണിക്കാമോ? ചന്ദ്ര ഒരു 1000 ബർഗർ എടുത്ത സമ്മതിക്കാൻ ചന്ദ്ര, ഇത് 50 ബർഗർ എടുത്തേനാ. എടാ 50 ബർഗർ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഒരാളൊന്നും എടുത്തിട്ട് പോയി നമുക്ക് ഇഷ്ടപ്പെടുന്നു. അവരെ വീട്ടിൽ നിന്നല്ല എടുത്തോണ്ട് പോയത്. PD கிட்ட இருந்து சர்ச் பண்ண கூடாதா? சர்ச் பண்ணா டைரக்ட் FRP கிக் பண்ணிடுவாங்களாம். அது எனக்கு தெரியாது, நான் சொன்னேன். എനിക്ക് എന്തായാലും 10 പ്ലാന്റെ കാര്യമല്ല അത്. അവരവിടെ വെറുതെ നിങ്ങളൊക്കെ സാധനങ്ങൾ എടുത്തെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അവരവിടെ ഒരു ഓൾറെഡി എന്തോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവരൊരു നീ ഉണ്ടായിരുന്ന ഏബലെ ഉണ്ടായിരുന്ന സിറ്റുവേഷനില്? അതെന്തിനാ നിങ്ങൾ എടുത്തത്? അവരെ വീട്ടിനകത്ത് എടുത്തത്? ശരിയില്ല, സോറി ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചെയ്യണ്ട അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തേലൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് അവർ ഇന്നൊരു ശല്യം ഉണ്ടാക്കത്തില്ല, അതുകൊണ്ടാ പറഞ്ഞത്. എടാ മയിരെ, ഒരു കാര്യം പറയുമ്പോ ഇടയ്ക്ക് സംസാരിക്കല്ലേ. എടാ സോറി, ഞങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക്. അവർക്കത് അറിഞ്ഞൂടായിരുന്നല്ല, അവര് വെറുതെ തമാശ ചെയ്ത. ചന്ദ്ര അല്ല സോറി ഇല്ല ചന്ദ്ര, ഇല്ലല്ല അങ്ങനെയൊന്നും പറയില്ലേ. പിന്നെ ഇത് നമ്മള് ഒരു പ്രോഗ്രാം ഇതാക്കിയപ്പോ നമുക്ക് അവരൊരു ഫണ്ണായിട്ട് നമ്മള് ഫണ്ണായിട്ട് തന്നെ കണ്ടത്. അല്ല, ഈ പ്രോഗ്രാമിന്റെ ഞാൻ നേരത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടനല്ലേ നമ്മുടെ പഴയ. അതന്നെ ഡോക്ടർ അപ്പുക്കുട്ടൻ, അതന്നെ. പക്ഷെ അപ്പുക്കുട്ടന് അതിനിടയിൽ എനിക്ക് അപ്പുക്കുട്ടന് അകത്ത് കയറാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ വന്നത്. പിന്നെ എനിക്ക് പുറത്ത് സംസാരിക്കാനും പറ്റിയില്ല. അങ്ങനെ ആ പരിപാടി മൊത്തമായിട്ട് കൊളായി. പക്ഷെ അതും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളെ കൊണ്ടാക്കിയപ്പോഴാണ് നമ്മളെ കൂടെയുള്ള, അതായത് എൻ്റെ ഓഫ് ദ ഡേ ഞാനിവിടെ വീടെടുത്തത് തന്നെ എനിക്ക് ഈ വീടിനുള്ള ആരാധന കൊണ്ടാണ്. അപ്പൊ പക്ഷെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഡൗൺ ആക്കിയപ്പോ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചു. അപ്പൊ അതെല്ലാവരും ട്രിഗറായി. ഒന്നത്തെ നിങ്ങളവർക്ക് എല്ലാവർക്കും അറിയത്തില്ല, അതാണ് വേറൊരു കാര്യം. എന്തായാലും ഇത് വിട്ടേക്ക്, പിന്നീട് സംസാരിക്കാം. നിങ്ങളിപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് കണ്ടന്റ് ചെയ്തോ? ഇല്ല, അത് കഴിഞ്ഞു. അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ആ പരിപാടി ഞാൻ ഡ്രോപ്പ് ചെയ്തു. വേറെ ദിവസത്തേക്ക് ഞാൻ പോസ്റ്റ്പോൺ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്താ? ഓക്കെ, അന്നത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. ഇല്ല വേണ്ട, അതൊന്നും അത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളുടെ ഇതായിട്ട് ഞങ്ങൾ അന്നത്തെ ഫുഡ് ഞങ്ങൾ ഇത് ചെയ്യാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളത് രീതിയാണ്. ഇല്ല അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്കിത് നമ്മളെ ഫയർ ചെയ്തപ്പോ അത് ചില ബാക്കിയുള്ള ഗ്യാങ്സിനെ പോലെ തന്നെ അവര് പറഞ്ഞു കഴിഞ്ഞാൽ 50 ബർഗർ എടുത്തുള്ളൂ, അതിന് വേണ്ടിട്ട് പിറ്റിയപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്റെ അടുത്ത്. അവന്മാരുടെ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞു, മനസ്സിലായി. ചന്ദ്ര, അതിന്റെ അതിലൊരു കാര്യം, നമ്മൾ സിറ്റിസൺ ആണ്. നമുക്ക് ഈ 50 ബർഗർ എന്ന് പറയുന്നത് കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം നമ്മൾ എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോഴേ അപ്പോ 200 അതായത് ഇന്ന് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതെല്ലാം കൂടി ഓർഡർ ചെയ്തിട്ട് എനിക്ക് 9 CR അടുത്ത് പൈസ വന്നു. 9 CR നമ്മളൊരു സിറ്റിസൺ ആയിട്ട് നിൽക്കുമ്പോ നമ്മളത് ഇതാക്കുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ, ഡിഫിക്കൽറ്റി ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും നിങ്ങൾ അടുത്ത പരിപാടിക്ക് നമ്മൾ ഫുഡ് സെറ്റ് ആക്കാം, പറഞ്ഞാൽ നേരത്തെ. ഓക്കെ, താങ്ക് യു.